രക്ഷപ്പെടാമെന്ന് കരുതണ്ടടി. ഓടി കയ്യിൽ നിന്ന് നീ രക്ഷപ്പെടാമെന്ന് കരുതിയല്ലേ? വീട്ടിലടി. ഓടി ഇങ്ങോട്ടാ. അയ്യോ ഈശോയെ, ഞാൻ നിലത്ത് മെത്തയിടാൻ മറന്നു പോയല്ലോ. ഈ മനുഷ്യനെ കൊണ്ട് ഇന്നെന്താ വീഴാൻ ഇത്ര വൈകിയെന്ന് വിചാരിച്ചതല്ലോ. മനഃപൂർവ്വം അല്ലല്ലോ അനി, സ്വപ്നത്തിലല്ലേ. അല്ല, ആരായിരുന്നു ഇന്നത്തെ നായിക? ഇവളാണെന്ന് പറയാം, ഇല്ലേ പണി കിട്ടും. സത്യമായിട്ട് നീയായിരുന്നു? ഓ പിന്നെ, തൊട്ടടുത്ത് കിടന്നിട്ട് തിരിഞ്ഞു നോക്കാത്ത ആളാ. സ്വപ്നത്തിൽ കൊഞ്ചാൻ വരണം. ഒന്ന് ഓഫീസിൽ പോവാൻ നോക്ക് മനുഷ്യ. അമ്മേ എനിക്ക് പോവാൻ സമയമായി. അച്ഛൻ വീണ നോക്കി നിൽക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്ക്. അച്ഛൻ വീണടാ. ഇതെന്നും ഉള്ളതല്ലേ. I welcome all of you. ആദ്യ സിനിമ തന്നെ സൂപ്പർ ഹിറ്റ് ആക്കിയ ശ്രീ കാർത്തികേയൻ സംവിധാനം ചെയ്ത ഒരു മഴക്കാലവും കാത്ത് എന്ന സിനിമയുടെ പൂജാകർമ്മം നടത്താൻ വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഡിവൈൻ ഫിലിംസിന്റെ ബാനറിൽ ശ്രീ കനകരാജ് ആദ്യമായി നിർമ്മിക്കുന്ന ഈ സിനിമയിൽ തമിഴകത്തിന്റെ യുവനടൻ ജയശങ്കറാണ് നായകൻ. അടുത്തതായി രണ്ടു വാക്ക് സംസാരിക്കുവാനായി ഈ സിനിമയുടെ നിർമ്മാതാവായ ശ്രീ കനകരാജിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇതെന്റെ ആദ്യ സിനിമയാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇന്നിവിടെ തുടക്കം കുറിച്ച ഈ സിനിമ. ഒരുപാട് സന്തോഷമുണ്ട്. ഈ സിനിമ മംഗളകരമായി പൂർത്തിയാക്കുവാൻ നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണവും പ്രാർത്ഥനയും എന്നോടൊപ്പം ഉണ്ടാവണം. ഈ ചടങ്ങിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്നൊക്കെ മഹാന്മാര് പറയും. എന്നാലേ നിങ്ങളുടെ ജാതി മതവും നോക്കി സർട്ടിഫിക്കറ്റ് തരാനാ സർക്കാർ ഞങ്ങൾക്ക് ശമ്പളം തരുന്നത്. ഉദാഹരണത്തിന് നിങ്ങളുടെ ഇരട്ട പേരെന്താ? എല്ലാരും കാവർക്കി വിളിക്കുന്നത് കണ്ടാലും അങ്ങനെ തോന്നും. ഞാൻ ചോദിച്ചത് അതല്ല, നിങ്ങളുടെ അച്ഛന്റെ പേരെന്താ? ശിവശങ്കരപിള്ള. എന്നാര് പറഞ്ഞു? അമ്മ പറഞ്ഞു. അത് അമ്മയും മോനും കൂടെ വീട്ടിൽ ഇരുന്ന് പറഞ്ഞാൽ മതി. നിങ്ങളുടെ അച്ഛന്റെ പേര്, ജാതി, മതം ഇതൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് മാത്രമുള്ളതാ. അതുകൊണ്ട് നേരാമണ്ണം ഞങ്ങളെ കണ്ട നേരത്തും കാലത്തും വീട്ടിൽ പോവാം. അതല്ലെങ്കിൽ അച്ഛന്റെ പേരും അയാളുടെ തണ്ട പേരും ഒക്കെ ഞങ്ങൾ മാറ്റും. പിന്നെ ഇവിടെ വന്നു പോകുന്നത് ഒരു പോക്ക് വരവായിട്ട് മാറും. ഇതെന്ത് 200 രൂപയോ? ഇത് പറ്റില്ല. സാധനങ്ങൾക്കൊക്കെ എന്ത് വിലയാണെന്നറിയോ? ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം കൂടെ എനിക്ക് ഒറ്റയ്ക്ക് തിന്നാനാണ്. അല്ല, അപ്പുറത്തിരിക്കുന്ന ഓഫീസറെ കണ്ടോ? മൂപ്പര് ഭയങ്കര സീരിയസാ. ഒന്നും നേരിട്ട് മേടിക്കുകയില്ല, ഒക്കെ ഞാൻ മുഖേന. ഇങ്ങോട്ട് വാ, ഇവിടെ നിൽക്കുക, ഒക്കെ ഞാൻ റെഡി ആയി കൊണ്ടുവരാം. നമസ്കാരം സാർ. എന്താവാൻ 200 രൂപയേ ഉള്ളൂ. അത്താഴ പണിക്കാരനാ. ഇതൊന്നും വേണ്ടായിരുന്നു. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരട്ടെ സാർ? അങ്ങോട്ട് ഇന്ന് എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട്. ലീവ് വേണമെന്ന് ഞാൻ 5 പ്രാവശ്യം പറഞ്ഞായിരുന്നു. ലീവ് തരാൻ പറ്റില്ലെന്ന് 5 പ്രാവശ്യം ഞാനും പറഞ്ഞത്. ആന്റണി ചെല്ല്. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം അല്ലേ? എന്തിനി ലീവ് കഴിക്കാൻ? അപ്പോഴും എനിക്ക് ഇതേ പറയാനുള്ളൂ. രമണി ലീവാണ്, ഇന്ന് പോവാൻ പറ്റില്ല. എനിക്ക് ഈ ഫയലുകളൊക്കെ നോക്കണം. ആന്റണി ചെല്ല്. ഒന്നും രണ്ടും പടമൊന്നും അല്ല, 20ഓളം സൂപ്പർ ഡയറക്ടർമാരുടെ പടം ചെയ്തിട്ടുള്ളവനാണ് ഈ പോറ്റി. എന്നിട്ട് എനിക്കൊരു പടം തരാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞില്ല. ഷൂട്ടിങ് പോലും നേരെ ചൊവ്വേ കാണാത്തവന്മാരാണ് ഇന്നത്തെ ഡയറക്ടർമാര്. അവരെ പോലുള്ളവരെ നിങ്ങൾക്ക് ചേരൂ. അതിന്റെ ഗുണം സിനിമ തിയേറ്റർ വരുമ്പോ അത് കാണാനുണ്ട്.
ഗുഡ് മോർണിംഗ് സാർ. ഫോണിനോടുള്ള സംസാരം എനിക്കിങ്ങോട്ട് താങ്ങിയതാണല്ലേ? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല സാർ. ശരി ശരി, അടുത്ത സീനിന്റെ സ്ക്രിപ്റ്റ് എടുക്ക്. അതിന് നായികയില്ലല്ലോ, നായിക വന്നാലേ അടുത്ത സീനുള്ളൂ. നമസ്കാരം സാറേ, എന്റെ വേഷം എപ്പോഴാ സാറേ? വേണുവിന് SI വേഷം തന്നെ കൊടുത്തേക്ക്. SI വേഷോ? ഡേയ്, ഒരു മിനിറ്റ്, ഇപ്പൊ വിളിക്കാം, ഒന്ന് വെയിറ്റ്. ശരി സാറേ. അതെ, ഇതൊരു കുരിശ, വേറൊരു വഴിയുമില്ല. അതിനകത്ത് SI വേഷം ഇല്ലല്ലോ. ഓക്കെ ശരി ശരി, ഞാൻ പറഞ്ഞില്ലേ തൽക്കാലം SI വേഷം കൊടുത്ത് അവിടെ എങ്ങാനും ഇരുത്ത്. ഹീറോയിൻ വരുമ്പോഴേ ആൾക്കാരുടെ ശല്യവും കുറയ്ക്കാം. നമുക്കൊരു വെയിറ്റ് വാങ്ങി. പപ്പ, ആ ആർട്ടിസ്റ്റിന്റെ കാര്യം എത്രയും പെട്ടെന്ന് നീ കൊണ്ടുവാ. ഇവിടെ ആകെപ്പാടെ പ്രശ്നം. സരസാ, ഇവിടെ വാ. എവിടെ നമ്മുടെ ഹീറോയിൻ? എപ്പോ വിളിക്കാൻ അങ്ങോട്ട്. ഓ, ആകെപ്പാടെ ഓന്റെ വേണം സാർ. എത്ര സീൻ തീരേണ്ട സമയമായി, അവസാനം ഷൂട്ടിംഗ് തീർന്നില്ലെങ്കിലേ എന്നെ കുറ്റം പറയല്ലേ? അല്ല സാർ, ഇപ്പൊ എത്തും. ഭയങ്കര ട്രാഫിക് അല്ലേ, വാഹനം കൂടുകയും റോഡ് ചെറുതാകുകയും ചെയ്യുന്ന കാലമല്ലേ സാർ. പോറ്റിയെ വിളിച്ചിട്ട് സോങ് സെറ്റ് ചെയ്യാൻ പറയൂ. സാറേ ഇതെങ്ങനെയുണ്ട് സാറേ? അടുത്ത കുരു വന്നു. സൂപ്പർ ആയിട്ടുണ്ട്. ആ, ഈ കോസ്റ്റ്യൂമും മേക്കപ്പും ചേർന്നപ്പോ ഓ നന്നായിരിക്കട്ടെ. വേണു, നമ്മുടെ നായിക ഇപ്പൊ വരും. ആ, അവർ വന്നിറങ്ങുമ്പോ ആൾക്കാർ തള്ളിക്കയറും. അവരെ സേഫ് ആയിട്ട് വേണു ലൊക്കേഷനിൽ എത്തിക്കണം. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് ഞാൻ കലക്കും സാറേ. മാറിക്കോ, കാലേ ചോട്ടു. എന്റെ 2 ലക്ഷം രൂപ പോയി. എന്നാലും വേണം ഞാൻ തന്നെ തുറക്കുക. അയ്യോ സാറേ, സാറേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഏത് സാറേ? നെറ്റിൽ കണ്ട് ഫോട്ടോ എന്റേതല്ല. പക്ഷേ നെറ്റിലും വന്നു. മോർഫിംഗാ സാറേ. മാഡം വരണം. ചേച്ചി, ഇത് ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്. കോരത്തന്നെ നീ എന്റെ നല്ല ജീവൻ കളഞ്ഞല്ലോടാ. തുറക്കണേ ഡോറ്. തുറക്കാൻ വേണം. ഇത് നിങ്ങൾ കണ്ടൂടെ? എടുക്കണ പാത്രം. മാഡം ഇത് പാത്രമാണോ ഗർഭപാത്രമാണോ? ദേ. ഇത് പാത്രത്തെ കൊച്ചിരിക്കുന്നെന്ന്. നീ എങ്ങനെയാ ഇതിനകത്ത് കയറിയത്? എങ്ങനെയാണ് കയറിയത്? പിന്നെ എനിക്കിരിക്കാൻ സ്ഥലം വേണ്ടേ? അപ്പൊ നിങ്ങളല്ല നായിക? അല്ല, നീ മാറിയില്ലടി. നീ മാറിയില്ല. ദൈവമേ, എന്റെ റോള് പിടിച്ചൂടെ? മാഡം, ഇതാണ് പ്രൊഡ്യൂസർ കനകരാജ് സാർ. സാറിന് മനസ്സിലായില്ലേ? പിന്നെ അതെന്ത് ചോദ്യമാണ്? തിളങ്ങുന്നവരാണല്ലോ താരങ്ങൾ. ഇരിക്കൂ, ഇരിക്കൂ. അതുൽ സാറിന്റെ ബിൽക്കുൽ ടി കെ എന്ന മൂവി ലൊക്കേഷൻ ഞാൻ വരുന്നത്. അഭിഷേകിന്റെ നായികയാണ്. ഓ, അത് കൊള്ളാം. നമ്മുടെ ഒരു ലോ ബഡ്ജറ്റ് പടാണ്. കൂടുതലും പുതുമുഖങ്ങളാണല്ലോ. ആ, എല്ലാരും ഉണ്ട്. ഞാൻ പുതുമുഖങ്ങളുള്ള സിനിമയിൽ അധികം അഭിനയിക്കാറില്ല. എല്ലാവരും പുതുമുഖങ്ങളായിട്ടല്ലേ വരുന്നത്. എവിടെ നാട്? നാട് പുതുക്കുളങ്ങര. ഇപ്പൊ ചെന്നൈയിലാണ്. പുതുകുളങ്ങര. അവിടെയും പുതുണ്ട്. ആ, ഞങ്ങളുടെ റൂം ശരിയായിട്ടുണ്ടല്ലോ. ടൗണിലാ, പ്ലാസ ഹോട്ടൽ. 3 റൂം ഇട്ടേക്കണേ. സൈലൻസ്. നിങ്ങളോടല്ല. ഓ, നിങ്ങളാ ഓഫീസറെ പോയി കണ്ടാ മതി. ഒക്കെ നമുക്ക് ആരാ ഇയാൾ? റെഡിയാക്കാം. പിടിച്ചു മാറ്റൂ. അസിസ്റ്റൻസ് എവിടെ? ഞാൻ അറിഞ്ഞില്ല. ഇതേതാ ഈ നായിക? ഞാൻ വരാൻ വൈകില്ലല്ലോ. ഓക്കെ ഓക്കെ, വൺസ് മോർ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ദൈവമേ, ഒരുത്തനെ കൊണ്ട് സഹിക്കാൻ വയ്യ. അതാ വേറെ ഡയറക്ടർ. എനിക്ക് ഇവിടെ എന്തേ? അല്ല, ഞാൻ ഈ മോണിറ്ററിന്റെ ഇവിടെ വാ. എന്താ ഇവിടെ വരാൻ. ഓ, ഒരമാരണം കുത്തിയും പറിച്ച് വരും. വിടറോ? ഈ പ്രൊഡക്ഷൻ കൺട്രോളർ ഒന്ന് കാണാൻ പറ്റുമോ? ഞാൻ തന്നെയാണ് പ്രൊഡക്ഷൻ കൺട്രോളർ. സാറാണ് പ്രൊഡക്ഷൻ കൺട്രോളർ. സാറിനെ കാണാൻ വേണ്ടി ഞാൻ വന്നത്. എന്തിന്? എന്റെ പേര് ആന്റണി. അതിന് പറഞ്ഞുതരാം. ഇത് പോലീസ് ഡ്രസ്, പിന്നെ വക്കീൽ കോട്ട്, പൈലറ്റിന്റെ കോട്ട്, ഡോക്ടറുടെ കോട്ട്, അങ്ങനെ ഏത് വേഷത്തിന് പറ്റിയ ഡ്രസ്സും എന്റെ അടുത്തുണ്ട്. അപ്പൊ തുണിക്കച്ചവടക്കാരനാണോ? ഇതൊന്നും ഇവിടെ വേണ്ട. എല്ലാം കോസ്റ്റ്യൂമറുടെ കയ്യിലുണ്ട്. അയ്യോ, അതല്ല, ഇതിൽ ഏത് വേഷം വേണമെങ്കിലും ഞാൻ ചെയ്യാം. പിന്നെ ഡ്രസ് എന്റെ സ്വന്തമായതുകൊണ്ട് സാർ അതിന് വാടകയും തരണ്ട. പിന്നെ അത് മാത്രമല്ല,
തിരക്കഥാകൃത്തിനുള്ള ജുബ്ബ, ഡയറക്ടർക്കുള്ള ജുബ്ബ, ഇതെല്ലാം എന്റെ കയ്യിലുണ്ട്. എടാ തന്നോടല്ലേ പറഞ്ഞത് വേണ്ടാന്ന്. സാറിന് ഞാൻ സ്പെഷ്യലായിട്ട് കണ്ടോളാം, എങ്ങനെ വേണമെങ്കിലും. ഏ? ആ പറയാൻ പറഞ്ഞു, ഞാനിവിടുത്തെ വില്ലേജ് ഓഫീസറാ. വില്ലേജ് ഓഫീസറോ? ആണോ? വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്യൂൺ. ആ. ഈ പ്യൂൺ ഒരു ഓഫീസർ ആണല്ലോ. സംശയം ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി കാർഡ് കാണിക്കാം. ദാ. ഇതാണോ ഐഡന്റിറ്റി Sorry, കാർഡ്? ഇത് രാവിലെ കിട്ടി കൈക്കൂലിയാ. ചേട്ടാ പ്രൊഡ്യൂസർ വിളിക്കുന്നു. അനിയ, ഓ നീ